ഒരു കാര്യം ചോദിക്കട്ടെ? ഞാൻ എന്തായാലും യൂട്യൂബിൽ നിന്ന് ക്യാഷും കാര്യങ്ങളൊക്കെ വന്നതല്ലേ, അപ്പൊ നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ? എനിക്കൊന്നും വേണ്ട. എന്നാലും ചടങ്ങുകളൊക്കെ ഒന്ന് വീടി സമാധാനം. ഹലോ, അസ്സലാമു അലൈക്കും മക്കളെ. നമ്മുടെ പുതിയ വീട്ടിലേക്ക് അവർക്കും സ്വാഗതം. മാഷാ അല്ലാഹ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമല്ലേ? അപ്പോൾ മക്കളെ, എന്തായാലും കുട്ടിയുടെ 40 കഴിഞ്ഞിട്ട് എന്തായാലും പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ അവളെ വീട്ടിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും വേദന, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വയ്യ. പിന്നെ കാലം നല്ല വേദനയാണ്, ഇപ്പോഴും പെയിനൊന്നും മാറിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് എന്തായാലും നമുക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യം വരുമാനം, എനിക്ക് അറിയുന്നില്ല ആദ്യത്തെ യൂട്യൂബ് വരുമാനം വന്നുമ്പോൾ എന്തൊക്കെ ഉണ്ടാകുന്നല്ലോ. അപ്പോൾ എന്നോട് നോഫിലും അതുപോലെ തന്നെ ദിൽഷാദ് ചെക്കന്മാരൊക്കെ പറഞ്ഞ സഫാനെ നീ അവസാനം പെണ്ണിനെ വിളിക്കുക, എന്നിട്ട് ചോദിക്ക് അവൾക്ക് എന്താ വേണ്ടത്. പക്ഷെ അവളോട് പറയരുത്. അതുകൊണ്ടൊന്ന് ഓളെ സംസാരം, ഓളെന്താ പറയണത് നോക്കാൻ. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഫസ്റ്റ് വരുമാനം കിട്ടി അവൾക്ക് വിളിക്കാൻ പോവാണ്, എന്നിട്ട് ചോദിക്കാൻ പോവാണ് എന്താണ് നിൻ്റെ ആഗ്രഹം. ഇത് മൂന്ന് എന്തായാലും ചെറിയ എമൗണ്ടൊക്കെ കിട്ടിക്കണം, എന്നാലും അവൾ ചെറിയൊരു ആഗ്രഹം ചോദിച്ചോട്ടെ. അവൾ എന്താ പറയാൻ നോക്കാം. എന്തായാലും അവിടെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ വിളിക്കുന്നുണ്ടോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും നമ്മൾ ഓളെ പെണ്ണുങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളങ്ങനെ അറിയാവുന്നറിയില്ല. പക്ഷേ അതിനെ വലിയൊന്നും പറയാതിരുന്ന എൻ്റെ പ്രാർത്ഥന കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് എന്തായാലും നമുക്ക് അവൾക്ക് വിളിക്കാൻ പോവാണ്, അവൾക്ക് വിളിച്ചിട്ട് ചോദിക്കാൻ പോവാണ് എന്താണ് നിൻ്റെ ആഗ്രഹം എന്ന്. അപ്പോൾ എന്തായാലും അവൾക്ക് വിളിക്കാൻ പോവാണ്. ഫോൺ കേട്ടോ, അതിൻ്റെ വേറെ ഫോൺ നടക്കാം. ഗൈസ് വിളിക്കാൻ പോട്ടോ, എന്തോള് പറയും നോക്കട്ടെ. ചെറിയ ലൈറ്റും കാര്യമൊക്കെ ആയിട്ട് സ്റ്റാൻഡിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വിളിക്കാൻ പോവാണ്. ഇത് 1 2 ആ കുഴപ്പമില്ല. നമ്മൾ വീഡിയോയിൽ എന്തൊക്കെ ഇതന്നെ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് നോക്കി ഇതാക്കണ്ടേ. ഇത് 1 2 1 പൈസ ഇല്ലെന്നൊക്കെ പറയണത്. ഇത് പ്രാങ്ക് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാൻ എന്താണ് അവളെ ആവശ്യം. എന്തായാലും കേക്കുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും യാ ഹബീബി. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ ഫുഡ് കഴിച്ചാ? അല്ല ചായ കുടിച്ചോ? എന്താ കടി? കുട്ടിയുടെ ആണോ? പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ? ഞാൻ എന്തായാലും യൂട്യൂബിൽ നിന്ന് ക്യാഷും കാര്യങ്ങളൊക്കെ വന്നതല്ലേ, അപ്പൊ നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ? എനിക്കൊന്നും വേണ്ട. എന്നാലും ചടങ്ങുകളൊക്കെ ഒന്ന് വീടി സമാധാനം. കടങ്ങൾ വീട്ടല്ലാത്ത എമൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ല, ചെറിയ എമൗണ്ടേ കിട്ടിയിട്ടുള്ളൂ. അതിനുള്ളത് ആദ്യം കിട്ടി, എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് മതി. എന്നിട്ട് പറയാം എന്താ വേണ്ടത്. എന്നാലും ചെറുതായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവൂലേ? എന്തായാലും കിട്ടിയതല്ലേ, നമ്മുടെ സന്തോഷം കൊണ്ട് എന്തിരുന്ന്. അതന്നെ പറഞ്ഞ ആഗ്രഹമായിട്ട് ചടങ്ങുകളൊക്കെ ഒന്ന് തീർത്താൽ മതി. അതന്നെ ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് ഇത്രക്ക് സ്നേഹം എന്നോട് ഉണ്ടോന്നോ? അപ്പൊ എന്താ എന്നാലും എനിക്ക് എന്തൊരു ആഗ്രഹമല്ലേ ട്രിപ്പ് പോവാനോ? എന്തിനൊരു ആഗ്രഹമല്ല. എന്ത് കഴിഞ്ഞിട്ട് സമാധാനായിട്ട് പോവാലോ. കടങ്ങൾ എന്തായാലും ഇപ്പൊ അടുത്ത് കൂട്ടൂല. എന്തായാലും കൊറേ ഒരുപാടുണ്ടല്ലോ, 1 2 ഒരുപാടുണ്ട്. അപ്പൊ ഇപ്പൊ അടുത്ത് പോയി നടക്കൂല കേട്ടോ അങ്ങനെയാണെങ്കിൽ. അപ്പൊ എനക്ക് വലിയ ഞാൻ വിചാരിച്ച എനക്ക് എന്തേലും സ്വർണ്ണമാണെന്നോ എന്തേലും വേണമെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചു. 2 പവനൊക്കെ എടുത്തരണം വിചാരിച്ചതാ. എന്തായാലും അൽഹംദുലില്ലാ. ഞാൻ സത്യം പറഞ്ഞ ഞാൻ എന്നോട് പറഞ്ഞപ്പോ വേറെ എന്തെങ്കിലും പറയാൻ വിചാരിച്ചിട്ടോ. അത് വേണം ഇത് വേണം മറ്റേത് വേണം ഡ്രസ്സ് എടുത്തരാന്നൊക്കെ ചോദിച്ചു വിചാരിച്ചിട്ടോ.
ഡ്രസ്സൊക്കെ പറയണ എടുത്താൽ ഡ്രസ് കുറച്ചുണ്ട് പറയാ. കുറച്ചുകൊണ്ട് പറഞ്ഞാലും പറയില്ല കുറച്ചുകൊണ്ട് വരാന്നല്ലേ. അങ്ങനല്ല, കുറച്ചുണ്ട് പറയുന്നു. എന്നിട്ട് ഉമ്മ എവിടെ? ഉമ്മതാ ഉണ്ണിക്കാട് കണ്ട് ആടുണ്ട്. ഉമ്മക്ക് ഫോൺ കൊടുത്താ? ഉമ്മക്ക് കൊടുക്കണോ? ഉമ്മ ഉണ്ണിക്കറിയാ കൊടുക്കുന്നാലും സംസാരിക്കട്ടെ. ഹലോ, അസ്സലാമലൈക്കും. വാലൈക്കുസ്സലാം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. യൂട്യൂബിൽ നിന്ന് ആദ്യ വരുമാനം കണ്ടു പറഞ്ഞില്ലേ? നിങ്ങക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? എനിക്കാ? ഓളോട് ചോദിച്ചപ്പോ ഓളോട് ചോദിച്ച ഓള് 2 പവൻ സ്വർണം കൊണ്ടാനായിരുന്നു. അതെ, നിങ്ങൾ ഇനി നല്ല ഉയരത്തിലെത്തട്ടെ. എന്നിട്ട് കുട്ടി കുട്ടി കരയുണ്ടോ? കുട്ടിയതാ കുട്ടിയിട്ട് പനിയൊക്കെ ആയിട്ട് ഇന്ന് കുറച്ച് കുറവുണ്ട്. ഞാൻ റാഷിനോട് ചോദിച്ചു, റാഷ് നമുക്ക് പൈസ കിട്ടിയല്ലേ നമുക്ക് ട്രിപ്പ് പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണം ചോദിച്ചപ്പോ ഓള് പറഞ്ഞവർക്ക് ഒന്നും വേണ്ട. ഞാൻ സ്വർണ്ണക്ക് പറയും വിചാരിച്ച്, ഞാൻ സ്വർണ്ണക്ക് കൊടുത്തിരിക്കണം വിചാരിച്ചതാ. എങ്ങനെ പിന്നെന്താ അങ്ങനെ പോണു, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് വരണ്ടേ. റാഷിയെ പിന്നെന്താ? അപ്പൊ റാഷി അപ്പൊ യൂട്യൂബിൽ പൈസയും കാര്യങ്ങളൊക്കെ വന്നുല്ലേ? അപ്പൊ എന്തായാലും എന്റെ അമ്മ അതല്ലേ വീഡിയോ കോളിൽ കാണിച്ചു തന്നേന്. എന്തായാലും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ തീരട്ടെ വിചാരിച്ചു. കാരണം എന്തായാലും മൊത്തം അങ്ങനെ എന്താ ഞാൻ പറഞ്ഞത് കുട്ടി കൊറേ സമാധാനം സത്യം. എന്നിട്ടും അത് ട്രിപ്പും കാര്യങ്ങളൊക്കെ എന്നിട്ട് പറയാം ആഗ്രഹങ്ങളൊക്കെ. ആഗ്രഹങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, ഒരുപാടുണ്ട് ആഗ്രഹങ്ങള്. ആൾക്കാര് കല്യാണത്തിന് മുന്നേ കൊറേ പറഞ്ഞാല് ട്രിപ്പ് കൊണ്ടുപോകാ, എന്നിട്ട് ഇതുവരെ നമ്മൾ ട്രിപ്പ് ഒന്നിച്ചിട്ട് പോയിട്ടില്ല. ഇത് ഞാനോട് കല്യാണത്തിന് മുന്നേ അങ്ങോട്ട് കൊണ്ട താജ്മഹൽ കാണിക്കാൻ അതിന് പോയിട്ടില്ല. ഒക്കെ കൂടെ ഓരോ പ്രശ്നങ്ങളല്ലേ രാഷ്ട്രീയ മനുഷ്യന്മാരല്ലേ, പ്രശ്നങ്ങൾ മാത്രമേ നമ്മൾ കല്യാണം കിട്ടി നടന്നിട്ടുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ലല്ലോ. കുട്ടിക്ക് എങ്ങനെ, കുട്ടിയുടെ എന്താ വേദന? കുട്ടിക്ക് പനിയും എന്താ പറയാ നല്ല കുത്തിവെച്ചതിന്റെ വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയിട്ടിരിക്കുന്നത്. കരയുണ്ടോ കുട്ടി? എന്തോന്നാ ഇതൊരു കുറവുണ്ട്, കുഴപ്പമില്ല. എന്തായാലും ഇപ്പൊ യൂട്യൂബിൽ പൈസ വന്നപ്പോ എനിക്ക് എന്തായാലും മേടിച്ചെന്ന് ഭയങ്കരമായിട്ട് വിചാരിച്ചത് കേട്ടോ. യൂട്യൂബിന്ന് ആദ്യമുള്ള വരുമാനമായിട്ട് നമ്മൾ അധ്വാനത്തിന്റെ വിസർപ്പല്ലടി എത്ര ഒരു വർഷത്തോളമായിട്ട് നമ്മൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോ തന്നെ ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ എന്തിനും മേടിച്ച, പക്ഷെ വിചാരിച്ച അത്ര കിട്ടിയിട്ടില്ല. ശരിയാണ്. അപ്പൊ നമുക്ക് പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഇൻഷാ അല്ലാഹ് ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ജപ്പാനും ഉമ്മാനൊക്കെ ഒരു പെണ്ണിനെ പോലെ നോക്കണം. എൻ്റെ ഉപ്പാനും എൻ്റെ ഉപ്പാനും എല്ലാരും. പിന്നെന്താ? എന്നിട്ടിപ്പോ കുട്ടിക്ക് അങ്ങനെ കുട്ടിയുടെ അങ്ങനെ എന്താ ഡോക്ടർ എന്താ പറഞ്ഞല്ലേ പോയപ്പോ? അത് വാക്സിനൊക്കെ അല്ല കുത്തിവെപ്പൊക്കെ എടുത്തിട്ട് പനിയുടെ മരുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, കൊറേ ഒക്കെ പിന്നെ വേറെന്താ? എന്നിട്ട് അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലല്ല. ശരി, കുറച്ച് വിളിക്കാം. ഓക്കെ.
പക്ഷെ സത്യം പറയല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടു. ഒരുപാട് സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് വരുമാനം കിട്ടിയതിന് നമ്മളെ വരുമാനങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ അതല്ല നമ്മളെ യൂട്യൂബ് അധ്വാനിച്ചിട്ട് ഒരു വർഷം കൊണ്ട് നമ്മൾ എത്ര അധ്വാനിച്ച് എത്ര എസർത്തിട്ട് ഒരുപാട് വീഡിയോ നമ്മൾ മാങ്ങയുടെ ബിസിനസ് തുടങ്ങി. അത് പൊട്ടിന്നല്ല, നമുക്ക് താങ്ങണില്ല, അങ്ങനെ വിചാരിച്ച് താങ്ങണില്ല. പിന്നെ അതിൻ്റെ സ്ഥലം കാര്യങ്ങളൊന്നും വീട്ടിലില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ മാഷാ അല്ലാഹ് ഒരു കുട്ടീനെ തന്നു. മാഷാ അല്ലാഹ് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഭാഗത്ത് യൂട്യൂബ് വരുമാനം എന്താ ചെയ്യാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ കേട്ടോ, ഇക്കാൻ്റെ കടങ്ങൾ സത്യം പറഞ്ഞാൽ ഇക്കാൻ്റെ കടങ്ങൾ തന്നെ ഒരുപാടുണ്ടാവും വീട്ടിൽ പോകുന്നു. ഏത് ഭാര്യയിലും അങ്ങനെയൊക്കെ ഭാര്യ എന്തായാലും അങ്ങനത്തെ ഒന്നിനെ കിട്ടിയതിൻ്റെ അൽഹംദുലില്ലാഹ് എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടും. അപ്പം എന്തായാലും ഒരുപാട് ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ആയി. എന്തായാലും ഉമ്മാൻ്റെ ചുമ പറഞ്ഞു ഒരുപാട് കുഴപ്പമൊന്നുമില്ല അൽഹംദുലില്ലാഹ് അങ്ങനെ ഇതെല്ലാം പറഞ്ഞിരുന്നു. ചിലവിൽ ഉണ്ട് ഫസ്റ്റ് കിട്ടില്ല ഡ്രസ്സ് എടുത്താട്ടെ എന്ന് ഓള് സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ഫംഗ്ഷൻ എനിക്ക് ഡ്രസ്സ് എടുത്താട്ടെ എന്ന് പറയട്ടോ നമുക്ക് എടുത്തു കൊടുക്കലുണ്ട്. അപ്പോൾ ഞാനൊക്കെ എന്ത് ചെയ്യും, ഞാൻ കുറച്ച് ചെറിയ എമൗണ്ട് കൊടുത്ത് വലിയ എമൗണ്ട് എന്നൊക്കെ പറയും. വളരെ ഹാപ്പിയാണ്. അതാണ് പെണ്ണുങ്ങൾ ഡ്രസ്സ് എന്താണെന്ന് ഒരാഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ സ്വന്തം ഹസ്ബൻഡുമാർ നമ്മളെ എക്സിൻ്റെക്കാർ ഹാപ്പിയായിട്ട് ജീവിച്ചാൽ മതി എന്നാണ് ഓരോ പ്രാർത്ഥന. എന്തായാലും അതുപോലത്തെ ഒരു ഭാര്യനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമായിട്ടു. എന്തായാലും മാഷാ അല്ലാഹ് എനിക്ക് ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ആദ്യം യൂട്യൂബ് വരുമാനം കിട്ടിയപ്പോൾ എന്താ വേണ്ടി വെച്ചപ്പോൾ എൻ്റെ കടങ്ങൾ വീട്ടിക്കാന്നാണ് പറഞ്ഞത്. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് ഒരുപാട് സന്തോഷം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി, എന്തൊക്കെയോ ഒരു ഇത് ചെയ്ത പോലെ. എന്തായാലും അതുപോലെ തന്നെ വേറെ കാര്യം കിട്ടും. എൻ്റെ ഉമ്മാനോടും ചോദിച്ചു ഞാൻ, ഉമ്മ യൂട്യൂബിൽ നിന്ന് പൈസ വന്നു, ഉമ്മനെ റെക്കോർഡ് ചെയ്യുന്നതിന് ഇതല്ലേ ഉമ്മക്ക് തെറ്റില്ല വളരെ തെറ്റില്ല അങ്ങനെ പറയണം. ഉമ്മ ചുമ്മാ യൂട്യൂബ് പൈസ വന്നു എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. ഉമ്മ പറഞ്ഞു ഇപ്പോൾ 5000 ഉറുപ്പിക കട്ട് പാത്രങ്ങൾ ഇത് വരുന്നുണ്ടോ, മൈലൊന്നുമില്ല അമ്മ പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊടുക്കലുണ്ടില്ല എന്നല്ല പറഞ്ഞു. എന്തായാലും ഇപ്പോൾ നമ്മൾ കുറച്ച് സത്യം പറഞ്ഞാൽ ഗോൾഡും കാര്യങ്ങളൊക്കെ കടം മേടിച്ചിരുന്നു കുട്ടിയുടെ അതിന്. അപ്പോൾ അത് ഇൻഷാല്ലാ 22-ാം തീയതി ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത്. ആ കടക്കാരെ മെസ്സൻസ് ജ്വല്ലറി ഭയങ്കര മാഷാ അല്ലാഹ് നല്ലൊരു ഇതായിട്ട് നമുക്ക് ഒരു മാസം വരെയൊക്കെ നീട്ടി തരുന്നു. അൽഹംദുലില്ലാഹ് സ്വർണ്ണ കടക്കാരെ അതുപോലെ ചെയ്ത് തരാം. നമുക്ക് തിന്നണ്ടെന്തെങ്കിലും ആഗ്രഹം ഉണ്ട് ചോദിച്ചു. ഉമ്മ എന്താ പറയുന്നത് അറിയോ, ഈ ചില്ലിന പല പട്ടാമ്പി പോകുമ്പോൾ ചെറുപ്പശ്ശേരിക്ക് പോകുമ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് തിരിയില്ലേ, ചില്ലിൻ്റെ ഉള്ളിൽ തിരിയുന്ന ചിക്കണ്ട് കോയിങ്ങ തിരിയണ എന്താണെന്നൊക്കെ അറിയില്ല, ഷവായാണ് പറയണത്. പക്ഷെ ഞാൻ പിന്നെ അപ്പോൾ ചിന്തിച്ചെന്താണെന്നറിയോ, ഞാൻ ഷാനോട് പേർക്ക് പറയും ചെയ്തിട്ടോ ചിന്തിച്ചെന്താണെന്നറിയോ, അത് സത്യം പറഞ്ഞാൽ അൽഫാം കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മാക്ക് തിന്നാൻ ഉമ്മാക്ക് ഷുഗർ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല അൽഫാം കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കലുണ്ട്. പക്ഷെ ഉമ്മാക്ക് അങ്ങനത്തെ തിന്നാൻ പോകുന്നുണ്ടെന്ന് കാരണം നമ്മളെന്നും ഇടയ്ക്കിടയ്ക്ക് തിന്നുന്ന ആൾക്കാരാണ്. ഷവായും കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണ ഒന്നും എന്താക്കണം പോലെ, പക്ഷെ അവർ അതിൻ്റെ ഉള്ളിൽ എന്താ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ അമ്മമാരോട് ചോദിച്ചു നോക്കുക നിങ്ങൾക്ക് എന്താ തിന്നാൻ ആഗ്രഹം. ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം എന്താ ട്രിപ്പ് പോകുമ്പോൾ, അതുപോലെ തന്നെ നമ്മളെ ലവേഴ്സിൻ്റെ ഒപ്പം അല്ലെങ്കിൽ നമ്മളെ പ്രണയത്തിൻ്റെ പെണ്ണുങ്ങളെ പറയുമ്പോൾ തന്നെ നമ്മൾ കെട്ടിപ്പിണ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ഉമ്മമാരെ പലരും കൊണ്ടുപോകില്ല. ഉമ്മമാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉമ്മ പിന്നെ ഒന്നുകൂടി വയസ്സ് കൂടുന്നതനുസരിച്ചിട്ട് ഉമ്മമാരെ എന്ത് ചെയ്യും, ഉമ്മമാർക്കും ഉപ്പമാർക്കും കുറച്ച് ഇത് കൂടും, ദേഷ്യം കൂടും, സ്പെഷ്യൽ കൂടും. നമ്മൾ കുറ്റി ഉമ്മനെന്നും ചീത്ത ഒരു പലവരും. ഞാൻ ഇടയ്ക്ക് പറയും ഉമ്മ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറയണേ, പക്ഷെ ഉമ്മക്ക് സ്നേഹം കൊണ്ടാണ് പറയണത്. കാരണം വെച്ചാൽ ഒരു സ്പെഷ്യൽ കൂടാണ് ഒരിക്കൽ. അപ്പോൾ എന്താ പറയുക, നമ്മളെന്തെങ്കിലും പറയാൻ പെട്ടെന്ന് സ്പെഷ്യൽ വയസ്സ് കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, സ്പെഷ്യൽ കൂടി വരും ഉമ്മക്ക്. അപ്പോൾ നമ്മൾ ചിലർ വിചാരിക്കും 4 ആൾക്കാരെ കൊണ്ടുപോകാൻ മടിയേക്കാരം, 4 ആൾക്കാരെ മുന്നിൽ കൊണ്ടുപോകാൻ മടിയേക്കാരം പറയും. അപ്പോൾ എന്തായാലും അങ്ങനെ മടിക്കുന്ന ഒരു ദിവസം നിങ്ങൾ സ്വന്തം ഉമ്മമാരോടും ചോദിച്ചു നോക്ക്, ഉമ്മ അവർക്ക് എന്തിനാണ് ആഗ്രഹം, അവർക്ക് എന്ത് കഴിക്കാനാണ് ആഗ്രഹം, അതൊന്ന് ചോദിച്ചു നോക്ക്. അപ്പോൾ നിങ്ങൾ മനസ്സിലാവും ഉമ്മമാരെന്താണ് ആഗ്രഹം. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയാമല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉമ്മമാരെ എന്തായാലും ഒരുപാട് എനിക്ക് സന്തോഷം, എൻ്റെ ഫ്രണ്ടിനും എല്ലാവരും മാഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.